പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ തീജ്വാലകൾ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് നേരെ നടന്ന മിസൈൽ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഒമാനിലെ ബുഖ മേഖലയിലും ആക്രമണമുണ്ടായെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ഗൾഫ് മേഖല ആകെ പരിഭ്രാന്തിയിലായിരിക്കുകയാണ്. ഒരു വാസയോഗ്യമായ കെട്ടിടത്തിന് നേരെയാണ് ഇവിടെ ആക്രമണമുണ്ടായതെന്നും അതിൽ 2 പ്രവാസികൾക്ക് പരിക്കേറ്റുവെന്നുമാണ് ഒമാനിൽ നിന്നുള്ള പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സമാധാനത്തിന്റെ കേന്ദ്രമായിരുന്ന ഒമാനിലേക്ക് പോലും സംഘർഷം വ്യാപിച്ചത് ഒരു പ്രാദേശിക യുദ്ധം എന്നതിലുപരി മേഖലയെ മൊത്തത്തിൽ വിഴുങ്ങുന്ന ഒരു മഹാവിപത്തിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. UAEക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളുടെയും ഡ്രോണുകളുടെയും തുടർച്ചയായാണ് ഈ സംഭവത്തെ കാണുന്നത്. ഫുജൈറയിലെ എണ്ണ സംഭരണശാലയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പടർന്ന തീ ഇനിയും പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഒമാനിലെ ബുഖയിൽ സിവിലിയൻ കെട്ടിടത്തിന് നേരെ മിസൈലോ ഡ്രോണോ പതിച്ചത്. ഇത് മനഃപൂർവ്വം ലക്ഷ്യം വെച്ചതാണോ അതോ അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വഴി തിരിച്ചുവിട്ട മിസൈലുകൾ പതിച്ചതാണോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരാനിരിക്കുന്നതേയുള്ളൂ. എങ്കിലും സാധാരണക്കാരായ പ്രവാസികൾക്ക് പരിക്കേറ്റത് ഗൾഫിലെ വലിയൊരു വിഭാഗം ജനങ്ങളെയും ഭയത്തിലാഴ്ത്തിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ മുൻനിർത്തി അമേരിക്കൻ സൈന്യം മേഖലയിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധം മറികടന്ന് കടലിടുക്ക് വീണ്ടും തുറന്നുവെന്നും വാണിജ്യ കപ്പലുകളുടെ സുഗമമായ യാത്ര ഉറപ്പാക്കിയെന്നുമാണ് അമേരിക്കൻ നാവികസേന അവകാശപ്പെടുന്നത്. കപ്പലുകളെ ലക്ഷ്യം വെച്ച് വന്ന നിരവധി ഭീഷണികളെയും ഡ്രോണുകളെയും തങ്ങൾ തകർത്തതായും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ ആക്രമണം ശക്തമാക്കുന്നത് പശ്ചിമേഷ്യയെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാക്കി മാറ്റിയിരിക്കുകയാണ്. സമുദ്രപാതകളിൽ നിരവധി ചരക്ക് കപ്പലുകൾക്ക് തീപിടിച്ച വാർത്തകൾ വരുന്നത് ആഗോള വ്യാപാരത്തെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്കിൽ തീ പടരുന്നത് എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. കപ്പലുകൾക്ക് നേരെയും എണ്ണ പ്ലാന്റുകൾക്ക് നേരെയും തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ചരക്ക് നീക്കം നിലയ്ക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഒമാനിലെ സാധാരണ ജീവിതം സ്തംഭിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പരിക്കേറ്റ പ്രവാസികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ വസിക്കുന്ന മേഖലകളാണിവ എന്നത് കേരളത്തെയും ആശങ്കയിലാഴ്ത്തുന്നു. യുദ്ധം മുറുകുന്നതോടെ പ്രവാസികളുടെ സുരക്ഷയും തൊഴിലും വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. UAEയിൽ നിന്നും ഒമാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആക്രമണങ്ങൾ ഒരു തിരിച്ചുവരവില്ലാത്ത വിധം മേഖലയെ യുദ്ധത്തിലേക്ക് നയിക്കുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ സൈനിക തിരിച്ചടി ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. തങ്ങളുടെ താല്പര്യങ്ങൾക്കും സഖ്യകക്ഷികൾക്കും നേരെയുള്ള ഓരോ ആക്രമണത്തെയും ഗൗരവത്തോടെയാണ് പ്രസിഡന്റ് ട്രംപ് കാണുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ബോംബാക്രമണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടായേക്കാം. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സും അമേരിക്കൻ നാവികസേനയും നേർക്കുനേർ നിൽക്കുന്ന ഈ സാഹചര്യം ഒരു 3ാം ലോക മഹായുദ്ധത്തിന് വഴിവെക്കുമോ എന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. നയതന്ത്ര ചർച്ചകൾക്ക് ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ലാത്ത അവസ്ഥയാണുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനങ്ങൾ ഇരുപക്ഷവും ചെവിക്കൊള്ളുന്നില്ല. ആയുധങ്ങൾ കൊണ്ട് മറുപടി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയതോടെ സാധാരണക്കാരുടെ ജീവിതമാണ് ദുസ്സഹമായിരിക്കുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത പൂർണ്ണമായും തകർന്നിരിക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ലോകശക്തികൾ ഒത്തൊരുമിച്ച് ഇടപെടേണ്ടത് അനിവാര്യമാണ്. ഹോർമുസ് കടലിടുക്കിൽ കത്തിയെരിയുന്ന കപ്പലുകൾ ലോകക്രമത്തിന്റെ തകർച്ചയുടെ അടയാളമായി മാറുകയാണ്. അടുത്ത ഏതാനും ദിവസങ്ങൾ പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഭാവി നിർണയിക്കുന്നവയായിരിക്കും. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം അവസാനിച്ചില്ലെങ്കിൽ അത് മാനവരാശിക്ക് തന്നെ വലിയ ദുരന്തമായി മാറുമെന്നതിൽ സംശയമില്ല.